പശ്ചിമേഷ്യൻ സമാധാന ചർച്ചകൾ അപ്രതീക്ഷിതമായി റദ്ദാക്കിയതിനു പിന്നാലെ ഇറാൻ പുതിയ വാഗ്ദാനവുമായി തന്നെ സമീപിച്ചുവെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വെളിപ്പെടുത്തൽ. പാകിസ്ഥാനിലേക്ക് തിരിക്കാനിരുന്ന നയതന്ത്ര പ്രതിനിധികളുടെ യാത്ര റദ്ദാക്കി 10 മിനിറ്റിനുള്ളിൽ തന്നെ ഇറാൻ പുതിയ നിർദ്ദേശങ്ങൾ അടങ്ങിയ രേഖ കൈമാറിയെന്ന് ട്രംപ് പറഞ്ഞു. അവർ ഒരുപാട് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, പക്ഷേ അതൊന്നും മതിയാകില്ല എന്നായിരുന്നു ഫ്ലോറിഡയിൽ മാധ്യമപ്രവർത്തകരോട് ട്രംപിന്റെ പ്രതികരണം. ഇറാൻ ആദ്യം നൽകിയ രേഖ തൃപ്തികരമല്ലായിരുന്നുവെന്ന് ട്രംപ് വിശദീകരിച്ചു. എന്നാൽ ചർച്ചയിൽ നിന്ന് പിന്മാറുകയാണെന്ന് അമേരിക്ക പ്രഖ്യാപിച്ചതോടെ മിനിറ്റുകൾക്കകം കൂടുതൽ മെച്ചപ്പെട്ട മറ്റൊരു നിർദ്ദേശം ഇറാൻ മുന്നോട്ട് വെച്ചു. ആദ്യത്തേതിനേക്കാൾ മികച്ചതായിരുന്നു രണ്ടാമത്തെ രേഖ, പക്ഷേ തങ്ങൾ ആഗ്രഹിക്കുന്ന തലത്തിലേക്ക് അവർ എത്തിയിട്ടില്ല, ട്രംപ് വ്യക്തമാക്കി. ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ഈ പെട്ടെന്നുള്ള മാറ്റം അമേരിക്കൻ സമ്മർദ്ദ തന്ത്രങ്ങൾ ഫലം കാണുന്നതിന്റെ സൂചനയാണ് എന്ന് വൈറ്റ് ഹൗസ് വിലയിരുത്തലുണ്ട്. ഇറാൻ ഭരണകൂടത്തിനുള്ളിൽ കടുത്ത ആഭ്യന്തര കലഹം നടക്കുന്നുണ്ടെന്ന ഗുരുതരമായ ആരോപണവും ട്രംപ് ആവർത്തിച്ചു. അവിടെ ആർക്കാണ് ഭരണത്തിന്റെ നിയന്ത്രണമെന്ന് അവർക്ക് പോലും അറിയില്ല. നേതൃത്വത്തിനായി അവർ പരസ്പരം പോരടിക്കുകയാണ്. അവിടെ ആരാണോ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് അവരുമായി താൻ ഇടപെടുമെന്നും ട്രംപ് പരിഹസിച്ചു. ഇറാൻ നേതൃത്വത്തിലെ ഈ ആശയക്കുഴപ്പമാണ് ചർച്ചകൾ നീണ്ടുപോകാൻ കാരണമെന്നാണ് അമേരിക്കയുടെ വാദം. പാകിസ്ഥാൻ സൈനിക മേധാവി ഫീൽഡ് മാർഷൽ അസീം മുനീർ, പ്രധാനമന്ത്രി ഷെഹ്ബാസ് ഷെരീഫ് എന്നിവരുമായി ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി ശനിയാഴ്ച കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇതിനു പിന്നാലെ അമേരിക്കൻ പ്രതിനിധികളുമായി കൂടിക്കാഴ്ചയ്ക്ക് ഇറാൻ തയ്യാറാകാതെ വന്നതോടെയാണ് ജാരഡ് കുഷ്ണറുടെയും സ്റ്റീവ് വിറ്റ്കോഫിന്റെയും യാത്ര ട്രംപ് റദ്ദാക്കിയത്. നേരിട്ടുള്ള ചർച്ചകൾക്ക് പകരം പാകിസ്ഥാൻ വഴി സന്ദേശങ്ങൾ കൈമാറുന്ന രീതിയാണ് ഇറാൻ താൽപ്പര്യപ്പെടുന്നത്. സമ്പുഷ്ടീകരിച്ച യുറേനിയം പൂർണ്ണമായും വിട്ടു നൽകണമെന്ന അമേരിക്കയുടെ ആവശ്യം ഇറാൻ ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. കൂടാതെ ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള എണ്ണക്കടത്തിന് തടസ്സമുണ്ടാകില്ലെന്ന് ഉറപ്പു നൽകണമെന്നും ട്രംപ് ആവശ്യപ്പെടുന്നു. എന്നാൽ നേരത്തെയുള്ള ചർച്ചകൾക്കു പിന്നാലെ തങ്ങൾ ആക്രമിക്കപ്പെട്ടത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അമേരിക്കയെ വിശ്വസിക്കാൻ കഴിയില്ലെന്ന നിലപാടിലാണ് ടെഹ്റാൻ. സമാധാനത്തിനുള്ള വാതിലുകൾ അടഞ്ഞിട്ടില്ലെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി പറയുമ്പോഴും പരസ്പര വിശ്വാസമില്ലായ്മ ചർച്ചകളെ തളർത്തുകയാണ്. ട്രംപിന്റെ കടുത്ത നിലപാടുകളും ഇറാന്റെ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനവും പശ്ചിമേഷ്യയെ മറ്റൊരു വലിയ യുദ്ധത്തിലേക്ക് നയിക്കുമോ എന്ന ഭീതിയിലാണ് ലോകം. അമേരിക്കയുടെ ലോക്ക്ഡ് ആൻഡ് ലോഡഡ് എന്ന മുന്നറിയിപ്പും ഇറാന്റെ പ്രത്യാക്രമണ ഭീഷണിയും മേഖലയെ മുൾമുനയിൽ നിർത്തുകയാണ്. എന്തായാലും പശ്ചിമേഷ്യയിൽ ഇനി എന്തും സംഭവിക്കാം. ഇറാൻ വിട്ടുവീഴ്ചയില്ലാതെ മുന്നോട്ടു പോകുമ്പോൾ കടുപ്പിച്ചു തന്നെയാണ് ട്രംപും. അതുകൊണ്ട് തന്നെ യുദ്ധസന്നാഹങ്ങൾ എല്ലാം ഒരുക്കി തന്നെയാണ് ട്രംപ് കാത്തിരിക്കുന്നത്. ഇതിനിടയ്ക്ക് ഇറാൻ മുന്നോട്ട് വച്ച പല കരാറുകളും അമേരിക്ക അംഗീകരിക്കാനും സാധ്യതയില്ല. അതുകൊണ്ട് തന്നെയാണ് യുദ്ധം കടുക്കുമെന്ന മുന്നറിയിപ്പും ട്രംപ് നൽകിയിരിക്കുന്നത്.